പി.വി. അൻവറിന് യു.ഡി.എഫിലേക്കുള്ള വാതിൽ തുറക്കുമോ എന്നാണ് ചോദ്യം. വാതിൽ തുറക്കാൻ സാധ്യത ഉടനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാതിലിന് മുന്നിൽ കുറച്ചു കാലം പി.വി. അൻവറിന് കഴിയേണ്ടി വരും. 2-3 കാരണങ്ങളുണ്ട്. ഞാൻ ആദ്യമേ പറയാം, പി.വി. അൻവറിനെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വൈരുദ്ധ്യങ്ങളുടെ രാജകുമാരൻ എന്നാണ്. എത്രയെത്ര വൈരുദ്ധ്യങ്ങളാണ് പി.വി. അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ നമുക്ക് കാണാൻ കഴിയുക. ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ആദ്യത്തെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പി.വി. അൻവർ നടത്തുന്ന പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പ്രതിപക്ഷ ബെഞ്ചിനെ നോക്കി പറയുന്നുണ്ട്, ഈ പ്രതിപക്ഷം ഇങ്ങനെ തന്നെ പ്രവർത്തിച്ചാൽ നമ്മൾക്ക് ഭയപ്പെടാനൊന്നുമില്ല, അടുത്ത തവണ കൃത്യമായി പിണറായി വിജയൻ അധികാരത്തിലെത്തും എന്ന് പറയുന്നുണ്ട്. ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് എത്ര പെട്ടെന്നാണ് പ്രതിപക്ഷത്തേക്കുള്ള പി.വി. അൻവറിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. ആ മാറ്റം തന്നെ നോക്കൂ, എത്രയെത്ര വൈരുദ്ധ്യങ്ങളിലൂടെയുള്ള യാത്രയായിരുന്നു. പി.വി. അൻവർ എന്ന രാഷ്ട്രീയ നേതാവിനെ ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല. കർമ്മകുശലതയുള്ള നേതാവാണ്, തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു പൊളിറ്റിക്കൽ ഫൈറ്ററാണ്. ആ പൊളിറ്റിക്കൽ ഫൈറ്റിംഗ് ബ്രീഡ് അദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ തന്നെയുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതുമാണ്. ഇല്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ, കോൺഗ്രസിൻ്റെ പാളയത്തിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന് ഏറനാട് പോലെ മുസ്ലിം ലീഗിന് വലിയ പ്രാധാന്യമുള്ളൊരു മണ്ഡലത്തിൽ 2011 പി.കെ. ബഷീറിനെതിരെ CPI പോലും എതിരാക്കിക്കൊണ്ട് ഒരു സ്വതന്ത്രനായിട്ട് മത്സരിക്കുക, അവിടെ CPM-ൻ്റെ പിന്തുണയോടുകൂടി വോട്ട് നേടുക, 2ാം സ്ഥാനത്ത് വരിക, അവിടെ CPI സ്ഥാനാർത്ഥിയെ ബഹുദൂരം പിന്നിലാക്കുക. 2700 വോട്ടോ മറ്റോ ആണെന്ന് CPI സ്ഥാനാർത്ഥി നേടുന്നത്. എന്നിട്ട് വയനാട്ടിൽ പോയി ഷാനവാസിനോട് മത്സരിക്കുക. ഷാനവാസിനോട് മത്സരിക്കുമ്പോൾ സത്യൻ മൊകേരി CPI സ്ഥാനാർത്ഥിയാണ്. അവിടെ ഷാനവാസ് വിജയിക്കുമ്പോൾ സത്യൻ മൊകേരി 2ാം സ്ഥാനത്താണെങ്കിലും 37,000 വോട്ടാണ് ഈ പി.വി. അൻവർ വയനാട് പോലൊരു മണ്ഡലത്തിൽ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പി.വി. അൻവർ ഒരു പൊളിറ്റിക്കൽ ഫൈറ്ററാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈരുദ്ധ്യ നിലപാടുകൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന രാഷ്ട്രീയക്കാർക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ റിയാക്ഷൻസ് എപ്പോഴും ഇമോഷണൽ ആയിരിക്കും. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ല. സോഷ്യൽ മീഡിയയിൽ ആദ്യം ഇമോഷൻ, പിന്നെ റാഷണാലിറ്റി എന്നുള്ളതാണല്ലോ. ആദ്യം വൈകാരികമായി സംസാരിക്കും, പിന്നീട് യുക്തിഭദ്രമായി സംസാരിക്കും. ഒന്നിലധികം സാഹചര്യങ്ങൾ നമുക്ക് പി.വി. അൻവറിൽ എടുത്തു കാണിക്കാൻ പറ്റും. പി.വി. അൻവർ യഥാർത്ഥത്തിൽ ഈ LDF സർക്കാരിനെതിരെ അല്ല ആദ്യം രംഗത്ത് വരാൻ തീരുമാനിച്ചത്. അതിൽ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ടൊരു വിസിൽ ബ്ലോവർ ആവാനാണ് പി.വി. അൻവർ ശ്രമിച്ചത്. അത് KT ജലീലും ശ്രമിച്ചിരുന്നു. KT ജലീലും പി.വി. അൻവറും റസാഖ് കാരാട്ടും ഒരേപോലെയാണ് പ്രതികരിച്ചു തുടങ്ങുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. നിർഭാഗ്യവശാൽ KT ജലീലിനേക്കാൾ കാരാട്ട് റസാഖിനും പി.വി. അൻവറിനുമുള്ള പ്രധാനപ്പെട്ട വിഷയം സ്വർണ്ണക്കടത്തായിപ്പോയി. KT ജലീൽ അതിനുമപ്പുറത്തേക്ക് പോലീസിലെ കാവ്യവൽക്കരണം എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രതികരിക്കുമ്പോൾ സ്വർണ്ണക്കടത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് ലീഡാക്കിക്കൊണ്ട് പി.വി. അൻവർ പ്രതികരിക്കാൻ ശ്രമിച്ചതാണ് പി.വി. അൻവറിന് സംഭവിച്ചു പോയ തെറ്റുകളിൽ ഒന്ന്. പക്ഷേ അവിടെ എന്താ സംഭവിച്ചത്? ആദ്യഘട്ടത്തിൽ CPM-ലെ തന്നെ ഒരു വിഭാഗം ശങ്കിച്ചു നിന്നു. കാര്യം CPM-ലെ ഒരു നല്ലൊരു വിഭാഗം പി.വി. അൻവറിൻ്റെ ഫാൻ ബേസ് ഉള്ളവരാണ്. പക്ഷേ എന്താണ് ഒടുവിൽ സംഭവിച്ചത്? പി.വി. അൻവർ ആ ആരോപണങ്ങളിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് മാറി നേരെ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും P. ശശിയിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പാർട്ടിയിലേക്ക് കടന്നതോടുകൂടി പാർട്ടി അണികളിൽ ഭൂരിപക്ഷവും പി.വി. അൻവറിനെതിരാവുന്ന അവസ്ഥ വന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ UDF-നും LDF-നും ഒരേപോലെ പി.വി. അൻവർ ഡാമേജ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് യഥാർത്ഥത്തിൽ പി.വി. അൻവർ ആലോചിക്കാതെ പറഞ്ഞതാണ്. ഇന്നത്തെ VS ജോയിയുടെ അഭിപ്രായ പ്രകടനം പോലെ തന്നെ അന്ന് ചന്തക്കുന്നിൽ നടത്തിയൊരു പ്രസംഗത്തിൽ, ആ ചന്തക്കുന്നിലെ പ്രസംഗത്തിൻ്റെ ഹൈലൈറ്റും അതായിരുന്നു. നമ്മളടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ലീഡായി കൊടുത്ത വാർത്തയും അതായിരുന്നു. അന്ന് ഒരേ ഒരു കാര്യം മാത്രമാണ് മറ്റുള്ള അഭിമുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പി.വി. അൻവർ പറഞ്ഞത്. എന്താ പറഞ്ഞത്? 2016 BJP 20 സീറ്റ് നേടുമെന്നും 2026 20 സീറ്റ് നേടുമെന്നും 2031 ആകുമ്പോഴേക്കും BJP കേരളത്തിൽ ഭരണം പിടിക്കുമെന്നുമാണ് പി.വി. അൻവർ പറഞ്ഞത്. അത് സംഘപരിവാറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എങ്ങനെയാണ് പ്രചരിച്ചെന്നറിയാമോ? ഒരു മുസ്ലിം നേതാവ്, ഒരു മുസ്ലിം പ്രതിപക്ഷ നേതാവ് തന്നെ പ്രവചിക്കുന്നു 2031 BJPയുടെ രാഷ്ട്രീയ സാധ്യത. അത് വന്നതോടുകൂടി CPM-ലെ ഈ പി.വി. അൻവറിൻ്റെ ഫാൻസ് അടക്കമുള്ള ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി, ഇതെങ്ങനെയാണ് പി.വി. അൻവറിനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെയൊരു പ്രഡിക്ഷൻ നടത്തുന്നത്? അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് CPM-ൽ ശക്തമാവുന്നു. ഇതൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടറായിരുന്നു ആ സമയത്ത്. പിന്നീട് പി.വി. അൻവർ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പൊളിറ്റിക്കൽ ബ്ലണ്ടറാണെന്നൊരു പക്ഷേ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അത് UDF-ലും LDF-ലും ഒരേപോലെ ദോഷം ചെയ്ത സ്റ്റേറ്റ്മെൻറ്റാണ്. ഇന്നും അത് സംഘപരിവാർ ഗ്രൂപ്പുകളിൽ പി.വി. അൻവറിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കിടക്കുന്നുണ്ട്, പ്രഡിക്ഷൻ എന്ന രീതിയിൽ. അത് BJPക്ക് ഒരു സാധ്യത മുന്നിൽ കാണുന്ന ഒന്നല്ലേ? എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് പറയാൻ കഴിയും 2031 BJP അധികാരം പിടിക്കണമെങ്കിൽ LDF-ലെയോ UDF-ലെയോ പ്രബലമായ ഘടകകക്ഷികളെ പിന്തുണ വേണ്ടേ? ആരാ പിന്തുണയ്ക്കാൻ പോകുന്നത്? BJP. പി.വി. അൻവർ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതിനാണ് അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് പി.വി. അൻവർ നേരത്തെ സ്വീകരിച്ചു. ഒരേ സമയം പോലീസിൻ്റെ കാവ്യവൽക്കരണം ഉണ്ടെന്ന് പറയുകയും ആ കാവ്യവൽക്കരണത്തിനെതിരെ നിലപാടെടുക്കുകയും ചെയ്ത പി.വി. അൻവർ BJP അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചതൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് CPM-ൽ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി. രണ്ടാമത്തെ അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ സ്വത്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള നിലപാടായിരുന്നു. ആ സ്വത്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള നിലപാടിൽ അദ്ദേഹം ചോദിച്ച ചോദ്യം 5 തവണ നിസ്കരിക്കുന്ന മുസൽമാനാണ് ഞാൻ എന്നുള്ളതാണോ തെറ്റ്? അത് വലിയ ഡാമേജ് ഉണ്ടാക്കി. മലബാറിലുള്ള CPM-ലുള്ള
മുഴുവൻ ആളുകളും പോലീസിലൊരു വിഭാഗത്തോട് വിപ്രതിപത്തി ഉണ്ടെങ്കിലും CPM-ൽ അങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന് അവിടുത്തെ CPM-ലെ ന്യൂനപക്ഷത്തിൽപ്പെട്ട എല്ലാവർക്കും അറിയാം. അൻവറിൻ്റെ ഫാൻ ബേസ് എന്ന് പറയുന്ന മലപ്പുറത്തെ CPM-ന്റെ കേഡറിൽപ്പെട്ട മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് അങ്ങനൊരു പരാതിയില്ല. ഒരാളുടെയും നിസ്കാരം അവിടെ തടസ്സപ്പെടുത്തിയിട്ടില്ല, ഒരാളെയും പള്ളിയിൽ പോകുന്നതിന് തടസ്സപ്പെടുത്തിയിട്ടില്ല. ഇത് വ്യക്തമായിട്ടറിയാവുന്ന മലപ്പുറത്തെ PV അൻവറിൻ്റെ ഫാൻ ബേസ് ചുരുങ്ങുന്നതാണ് കണ്ടത്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ചന്തക്കുന്നിലെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ആകെ PV അൻവറിനോടൊപ്പം ഇറങ്ങിപ്പോയ ഒരേ ഒരു നേതാവ് ആരാ? സുഗു മാത്രമാണ് CPM-ൽ ഇറങ്ങിപ്പോയത്. അദ്ദേഹം കരുതിയ മറ്റൊരു നേതാവും കാര്യമായി അവിടെ വലിയ സ്വാധീനമുണ്ടാക്കിയില്ല. അണികളുണ്ടാവാം, അത് അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസാണ്, അദ്ദേഹത്തിൻ്റെ നാട്ടുപ്രമാണിത്വം നിറഞ്ഞൊരു ശൈലി, അദ്ദേഹം എന്തും വെട്ടിത്തുറന്ന് പറയുന്നൊരു ശൈലി, അതിനെ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും CPM-ൽ നിന്നും LDF-ൽ നിന്നും ആരാധകരെ കുറച്ചിട്ടുണ്ടെങ്കിൽ UDF-ൽ BJP-യുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് വലിയ അപകടം ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഞാൻ കരുതി ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് പാണക്കാട് തങ്ങൾ കൊടുത്തില്ലെങ്കിൽ പോലും PK കുഞ്ഞാലിക്കുട്ടി നൽകുമെന്നാണ്. കാരണം ഇത് ചർച്ച ചെയ്യാമെന്ന നിലപാടിലേക്കാണ് PK കുഞ്ഞാലിക്കുട്ടി എത്തിയത്. അന്ന് തൃണമൂൽ കോൺഗ്രസിൽ പോകുന്നതിന് മുമ്പ് PV അൻവറിനെ UDF-ലേക്ക് സ്വീകരിക്കുന്ന കാര്യത്തിൽ. പക്ഷേ എന്താ പ്രശ്നം? നേരത്തെ പറഞ്ഞ മനാഫിൻ്റെ പ്രശ്നം അവിടെ നിൽക്കുക. 95-ൽ അബ്ദുൽ മനാഫ് എന്ന് പറയുന്ന ഒതായിയിൽപ്പെട്ട ഒരു ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തിയ കേസിലെ ഒരു പ്രതിയായിരുന്നു. എന്നിട്ട് ഒന്നാം സാക്ഷി കൂറുമാറിയതിനെ തുടർന്ന് PV അൻവറിനെ അന്ന് കുറ്റവിമുക്തരാക്കിയിരുന്നു. അതിനെതിരെയുള്ള അപ്പീൽ കോടതി കിടക്കുക. അപ്പോൾ ആ വിഷയത്തിൽ ലീഗിലെ ചില ആളുകൾ, പ്രാദേശിക നേതാക്കൾ പാണക്കാട്ടേക്ക് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പോയി മനാഫിൻ്റെ ഈ വിഷയം ഉന്നയിച്ചു. മനാഫിൻ്റെ രക്തത്തിന് വില നൽകേണ്ടി വരും, ആ രക്തം അവിടെ കിടപ്പുണ്ട്. മനാഫിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ PV അൻവറിനെ ലീഗിലേക്കോ ലീഗ് ബന്ധപ്പെടുന്ന രാഷ്ട്രീയ കക്ഷിയിലേക്കോ സ്വീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ആ വിഷയം അവിടെ കിടക്കുകയാണ് ഒരു ഭാഗത്ത്. രണ്ടാമത്തേതാണ് VD സതീശനെതിരെ ഡാമേജ്. അതിന്ന് പരിഹരിച്ചു, അത് VD സതീശൻ അത് അക്സെപ്റ്റ് ചെയ്തു. കോൺഗ്രസ് UDF-ലേക്ക് PV അൻവറിന് സ്വാഗതം ചെയ്യാനുള്ളതിൽ ഏറ്റവും തടസ്സമായി നിന്ന VD സതീശൻ എന്ന് പറയുന്ന ഫാക്ടർ മാറി. പക്ഷേ ഇപ്പോഴും അവിടെ ഫാക്ടർ ഉണ്ട്. നേരത്തെ VT ബൽറാം ഒരു ഫേസ്ബുക്ക് ഇട്ടിരുന്നു അങ്ങ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അതിന് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പൊളിറ്റിക്കൽ DNA. പക്ഷേ അതിലും അപ്പുറമാണ്. നോക്കൂ, AICC പ്രഖ്യാപിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയെ PV അൻവർ എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിലെ ഒരു നേതാവ് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് എത്ര വലിയ ക്ഷീണമാണെന്ന് ആലോചിച്ച് നോക്കൂ. മാത്രമല്ല VS ജോയി എന്നൊരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്കേറ്റ് തിരിച്ചടി കൂടിയല്ലേ ഇതൊരർത്ഥത്തിൽ. കാര്യം VS ജോയി ഇനി ഏതെങ്കിലും തരത്തിൽ 2026 സ്ഥാനാർത്ഥിയായി വന്നാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കിടക്കുകയല്ലേ. PV അൻവർ അല്ലേ പിന്തുണച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് നീക്കങ്ങൾ എന്താവും? KPCC-യിൽ അനാവശ്യമായൊരു ചർച്ചയ്ക്ക് വഴിമരുന്ന് ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്തത്. യഥാർത്ഥത്തിൽ അതൊരു ശൃഗാലതന്ത്രം എന്ന് ഞാൻ പറയും, ഒരു കുറുക്കൻ്റെ തന്ത്രമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്താ കാണിച്ചത്? VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ ഈ നിലമ്പൂർ സീറ്റിനെ കുറിച്ച് ഒരു തർക്കമുണ്ടാവുന്നു. ആ തർക്കം നിൽക്കുമ്പോൾ ഒരു കോംപ്രമൈസിങ് സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂരിൽ PV അൻവറിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള വളരെ ദൂരക്കാഴ്ചയുള്ളൊരു രാഷ്ട്രീയ തന്ത്രമാണ് യഥാർത്ഥത്തിൽ PV അൻവർ പയറ്റിയിരിക്കുന്നത്. അപ്പോൾ VS ജോയും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ അടിച്ചോളും. ആ അടിയുടെ ഇടയിൽ ഒരു കോംപ്രമൈസിങ് സ്ഥാനാർത്ഥിയായി PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ UDF അവിടേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് വളരെ വിരളമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ദേശീയ തലത്തിൽ ഒരു കാരണവശാലും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ വർഗ്ഗശത്രു ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസ് ആണ്. പശ്ചിമ ബംഗാളിൽ ഒരു കാരണവശാലും അവിടെ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയിലേക്കുള്ള പ്രവേശനം സാധ്യമാകാതെ പോയത്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യാത്തത് മമതാ ബാനർജി? രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പ് മോശമാണ്, താൻ തന്നെ ഭരിച്ചോളാം എന്ന് കരുതുന്ന ഒരു നേതാവിൻ്റെ ഒരു സംസ്ഥാനത്തിലെ നേതാവിനെ എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ലെ ഘടകകക്ഷിയാക്കുക? ആ PV അൻവർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമാണോ അംഗീകരിക്കുക, മമതാ ബാനർജിയുടെ നേതൃത്വമാണോ അംഗീകരിക്കുക? ഇന്നത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ PV അൻവർ ഉത്തരം പറയേണ്ട ചോദ്യങ്ങളിൽ ഒന്നിതാണ്. ദേശീയ തലത്തിൽ മമതാ ബാനർജി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുന്നില്ല. PV അൻവർ എന്ന മമതാ ബാനർജിയുടെ കേരളത്തിലെ ഘടകത്തിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നില്ലെങ്കിൽ ഈ കോൺഗ്രസിന് UDF-ലേക്ക് എടുക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDF-ന് അത്ര വേഗം തുറക്കാവുന്ന ഒരു വാതിലല്ല, ഒരു രാഷ്ട്രീയ വാതിലല്ല PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം. അത് ഈ പറഞ്ഞ കാരണങ്ങളാൽ അദ്ദേഹത്തിന് തൽക്കാലമെങ്കിലും അവിടെ തുടരേണ്ടി വരും. ഇനി മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യം എന്താ? കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്ന ഏതു വിഭാഗവും കോൺഗ്രസിൻ്റെ പേരിൽ ചെറുഘടകങ്ങൾ ഉണ്ടെങ്കിലും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ക്ഷീണമേ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നിട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അദ്ദേഹം അതിന് ഉദാഹരണങ്ങൾ പറയുന്നു. നോക്കൂ, സംഘടനാ കോൺഗ്രസ് ഉണ്ടാകുന്ന സമയത്ത് പിളർന്നു പോയ പലരും, പാർട്ടിയിൽ നിന്ന് പോയ പലരും പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അവർ മറ്റു പാർട്ടികളിൽ പോയ കഥയാണ് നമ്മുടെ മുന്നിലുള്ളത്. ശരിയല്ലേ? സംഘടനാ കോൺഗ്രസിൽ നിന്ന് പോയ എല്ലാവരെയും തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. തിരിച്ച് DIC പോകുന്ന സമയത്ത് പോയ എല്ലാവരും, മുരളീധരൻ തിരിച്ചു വന്നെങ്കിലും പോയ എല്ലാവരും തിരിച്ചു വന്നില്ല, മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ആ DIC പിന്നീട്
NCP ആയിട്ട് അതിലെ പല നേതാക്കളും മാറുന്നു, BJP-യിലേക്ക് ചിലർ പോകുന്നു, ചിലർ CPM-ലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാവുന്നു. അതുപോലെ നിലവിൽ മറ്റൊരു കോൺഗ്രസ് കൂടി കേരളത്തിൽ ഈ കോൺഗ്രസിൻ്റെ പേരിൽ ഉണ്ടാവുകയാണെങ്കിൽ, അത് തൃണമൂൽ കോൺഗ്രസ് എന്ന പേരിൽ ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ചെയ്യുന്ന ക്ഷീണം ചെറുതല്ല എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. അതൊരു വലിയ പ്രഡിക്ഷനാണ് ഒരർത്ഥത്തിൽ. കാര്യം ഞാനിപ്പോഴും വിശ്വസിക്കുന്നു LDF-ന്റെയും UDF-ന്റെയും ഒരു നല്ല ചങ്ക് ഇപ്പോഴും PV അൻവറിൻ്റെ അണികളിൽ ബേസ് ആയിട്ടുണ്ട്. പക്ഷേ നേതാക്കളെ ഒന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു 15,000 മുതൽ 20,000 വരെ വോട്ടിൻ്റെ സ്വാധീനം നിലമ്പൂരിൽ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് UDF-ന്റെ കോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ PV അൻവറിന് സാധിക്കും. എന്നാൽ 60,000-ഓളം വരുന്ന LDF-ന്റെ കോട്ടയിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് PV അൻവർ അവിടെ മത്സരിക്കില്ല എന്ന് പറയുന്നത് UDF-ന് ഗുണകരമാണെങ്കിലും അവിടെ UDF-ന്റെ കോട്ടയിൽ ഒരു വിള്ളലുണ്ടാക്കാൻ PV അൻവറിൻ്റെ പാർട്ടിക്ക് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിരുപാധികം പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ നിലവിൽ UDF-ന്റെ അടച്ചിട്ട വാതിലിന് മുന്നിൽ അദ്ദേഹത്തിന് പുറത്തു നിന്നുള്ള പിന്തുണ കൊടുക്കേണ്ടി വരും. നിലവിലത്തെ സാഹചര്യത്തിൽ അടുത്ത തവണ 2026-ലും ഈ ഉപതെരഞ്ഞെടുപ്പിലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു കാരണവശാലും തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ എടുക്കില്ല. UDF-നെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഒരു കക്ഷി മാത്രമായി PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് മാറും. അത് നിലമ്പൂരിൽ ആർക്കാണെങ്കിലും അദ്ദേഹം പിന്തുണ കൊടുക്കുകയും ചെയ്യും ആ അർത്ഥത്തിൽ. കാര്യം അടുത്ത 1.5 വർഷത്തേക്ക്. പക്ഷേ അത് കഴിഞ്ഞ് വരുന്ന ഇലക്ഷൻ വളരെ നിർണായകമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിക്കാം. 5-6 കേസുകളുണ്ട് കേട്ടോ PV അൻവറിനോടൊപ്പം. UDF-ലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഇനി ആ കേസുകളുടെ അവസ്ഥ എന്താണെന്ന് പറയുന്നത് എല്ലാം ഗുരുതര സ്വഭാവമുള്ള കേസുകളാണ്. ലാൻഡ് ബോർഡിൻ്റെ ഒരു കേസ് കിടപ്പുണ്ട്, താമരശ്ശേരിയിൽ ലാൻഡ് ബോർഡിൻ്റെ ഒരു കേസ്. 6.47 ഏക്കറോ മറ്റോ അധികമായിട്ട് ഭൂമി കൈവശം വെച്ചു എന്നുള്ള പേരിൽ അന്ന് CPM-ന്റെ ഇടതുപാളയത്തിലായതുകൊണ്ട് ലാൻഡ് ബോർഡ് ചെയർമാനെ വരെ നീക്കി പ്രതിരോധിച്ചിരുന്നു. ഇന്നിപ്പോൾ ആ കേസുകളെല്ലാം തിരിച്ചു വരും. കക്കാടംപൊയിൽ കോടതി ഉത്തരവ് അവിടെ കിടക്കുക. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. 3, ഈ മനാഫിൻ്റെ അടക്കമുള്ള കേസുകളിൽ ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വാറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, അതേപോലെ 50 ലക്ഷം രൂപ തട്ടിയതുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം ഇങ്ങനെ വിവിധ കേസുകൾ കിടപ്പുണ്ട്. ഇതൊക്കെ ഇനിയിപ്പോൾ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ എങ്ങനെയാണ് CPM എന്ന പാർട്ടി കൈകാര്യം ചെയ്യുക എന്നതിനെ കൂടി ആശ്രയിച്ചായിരിക്കും സ്വാഭാവികമായും PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസിലെ ഭാവി ഇരിക്കുന്നത്. സ്റ്റിൽ ഞാൻ പറയുന്നു, അദ്ദേഹത്തിന് ജോസ് കുറ്റ്യാനിയേക്കാൾ മികച്ച ലീഡറായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. തൃണമൂൽ കോൺഗ്രസിന് ആ വലിയ രീതിയിൽ ഒരു ചലനമുണ്ടാക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ശ്രമിക്കും. അദ്ദേഹം ഉയർത്തുന്ന വിഷയങ്ങളിൽ അദ്ദേഹത്തിന് കമ്മിറ്റഡ് ആണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം ഈ വിഷയങ്ങൾ തന്നെയാണ് 2016 മുതൽ നിയമസഭാ മണ്ഡലത്തിൻ്റെ വിഷയങ്ങളായിട്ട് വിവിധ സബ്മിഷനുകളിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇടയ്ക്കൊന്ന് മാറിപ്പോയി, അതിൽ നിന്ന് ഇപ്പോൾ തിരികെ വരുന്നു. അദ്ദേഹത്തിൻ്റെ പിഴവുകൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പിഴവുകൾ അദ്ദേഹത്തിന് ദോഷം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ അടച്ചിട്ട UDF വാതിലിന് പുറത്തുനിന്ന് പിന്തുണയ്ക്കുക എന്നതായിരിക്കും എന്നതാണ് എൻ്റെ ടേക്ക്. Meet the editors.